നമസ്കാരം. റീപാക്കിംഗ് ബിസിനസ് അന്വേഷിക്കുന്നവർക്ക് പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണ്. ഈ ഒരു കുഞ്ഞൻ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിരവധി റീപാക്കിംഗ് ബിസിനസ്സുകൾ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു മെഷീൻ ബ്ലിസ്റ്റർ പാക്കിംഗ് മെഷീൻ എന്നാണ് പറയുക. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ റീപാക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ഷീറ്റുകൾ റീപാക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ബ്ലിസ്റ്റർ പാക്കിംഗ് മെഷീൻ. സ്റ്റീൽ സ്ക്രബ്ബർ മാത്രമല്ല, നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ ഒരു കുഞ്ഞൻ മെഷീൻ ഉപയോഗിച്ച് റീപാക്ക് ചെയ്ത് വിപണിയിൽ ഇറക്കുവാൻ സാധിക്കും. ടൂത്ത് ബ്രഷ്, ടോയ്സ്, ലക്ഷ്മണരേഖ പോലെയുള്ള പാറ്റാ ചോക്ക്, ആയുർവേദ മരുന്നുൽപാദകർക്കൊക്കെ അവരുടെ കുഴമ്പ്, എണ്ണ, വേദന സംഹാരികളൊക്കെ ബോർഡുകളിൽ പാക്ക് ചെയ്യണമെങ്കിൽ, ബ്ലിസ്റ്റർ പാക്കിംഗ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരിയായിരിക്കും. ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ സംരംഭം നിങ്ങൾക്ക് വീട്ടിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വനിതകൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും ഒക്കെ അവനവന്റെ വീടുകളിൽ വെച്ച് തന്നെ ചെറിയ മുതൽ മുടക്കിൽ ഒരു 50,000 രൂപയ്ക്കുള്ളിൽ പോലും നമുക്ക് ബിസിനസ് തുടങ്ങുവാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു മെഷീന്റെ പ്രത്യേകത. നമുക്കൊരു ചെറിയ സ്റ്റീൽ സ്ക്രബ്ബർ റീപാക്കിംഗ് യൂണിറ്റ് തുടങ്ങണമെങ്കിൽ ഒരു 50,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് തുടങ്ങുവാൻ സാധിക്കും. അപ്പോൾ റീപാക്കിംഗ് ബിസിനസ് ഐഡിയാസ് അന്വേഷിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റീൽ സ്ക്രബ്ബർ റീപാക്കിംഗിന്റെ ലാഭ നഷ്ട കണക്കുകളെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാതിരിക്കുന്നത്. അപ്പോൾ കൂടുതലായി ഈ ബിസിനസിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയുന്നതിനും പരിശീലനം നേടുന്നതിനും നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങണമെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ എത്തിക്കുന്നതിനായി പരമാവധി ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക്